നമസ്കാരം. സിപിഎമ്മിനും കോൺഗ്രസിനും മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക. വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ചില്ലെങ്കിൽ കേരളത്തിലെ എംപിമാർ മതേതര തലമുറകളോട് കണക്ക് പറയേണ്ടി വരുമെന്ന് ദീപികയുടെ മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നു. വഖഫ് ഭേദഗതി ബിൽ സർക്കാർ എപ്പോൾ വേണമെങ്കിലും പാർലമെന്റിൽ വയ്ക്കും. ഇന്ത്യ മുന്നണി അതിനെ എതിർക്കുകയാണെങ്കിലും മുനമ്പത്തെ നൂറുകണക്കിന് കുടുംബങ്ങളെ തെരുവിലിറക്കാൻ ഇടയാക്കിയ വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ കോൺഗ്രസിനോടും സിപിഎമ്മിനോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നുവെന്നും മുഖപ്രസംഗത്തിൽ ദീപിക വ്യക്തമാക്കുന്നു. വഖഫ് നിയമ ഭേദഗതി മുസ്ലിം സമുദായത്തിൽ ഒരാൾക്കും നീതി നിഷേധിക്കുന്നില്ല. വഖഫ് നിയമത്തിന്റെ ഇരകളായ ആയിരക്കണക്കിന് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പൗരന്മാർ നേരിടുന്ന അനീതിക്ക് അറുതി വരുത്തുകയും ചെയ്യുമെന്നും മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. കേരളത്തിലെ എംപിമാരോട് കഴിഞ്ഞ ദിവസം KCBC അഥവാ കേരള കത്തോലിക്ക മെത്രാൻ സംഘം ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. മുനമ്പത്തെ ജനങ്ങൾ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമിക്ക് മേലുള്ള റവന്യൂ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധം ഉന്നയിക്കപ്പെട്ട അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യണം. മുനമ്പത്തെ ജനത്തിന് ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് തന്നെ പ്രസ്തുത ഭൂമി ദാനമായി ലഭിച്ചതാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എതിർവാദം ഉന്നയിക്കത്തക്ക വിധമുള്ള വകുപ്പുകൾ വഖഫ് നിയമത്തിലുള്ളത് ഭേദഗതി ചെയ്യാൻ ജനപ്രതിനിധികൾ സഹകരിക്കണമെന്നാണ് KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ബസേലിയസ് ക്ലീമിസ് കാത്തോലിക്ക ബാവ ആവശ്യപ്പെട്ടത്. 1995 വഖഫ് നിയമത്തിലെ 40-ാം അനുച്ഛേദ പ്രകാരം ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് അത് സ്വന്തമാക്കാം. ഇരകൾ കോടതിയെയല്ല വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചുകൊള്ളണം. 40-ാം വകുപ്പിന്റെ ഈ കയ്യേറ്റ സാധ്യത ഉപയോഗിച്ചാണ് 2019 കൊച്ചി വൈപ്പിൻ ദ്വീപിലെ മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്തെ 404 ഏക്കർ ഭൂമി വഖഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ ഉൾപ്പെടുത്തിയത്. വഖഫ് നിയമം ആ കുടുംബങ്ങളുടെ പ്രകാശം കെടുത്തിക്കളഞ്ഞു. മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലെന്ന് വസ്തുവിൽപ്പന നടത്തിയ ഫറൂഖ് കോളേജ് മാനേജ്മെന്റും വാങ്ങിയ മുനമ്പ നിവാസികളും ആണയിട്ട് പറഞ്ഞിട്ടും അവകാശം ഉന്നയിക്കാൻ ബോർഡിന് കഴിയുന്നത് ഈ നിയമം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് വഖഫ് സംരക്ഷണ വേദി പോലെയുള്ള ബിനാമി സംഘടനകൾക്ക് മുനമ്പ നിവാസികളെ ദ്രോഹിക്കാനും കോടതിയിൽ ഹർജി സമർപ്പിക്കാനും കഴിയുന്നതെന്നും മുഖപ്രസംഗത്തിൽ ദീപിക വിമർശിക്കുന്നു. വഖഫ് ചെരുപ്പിനൊപ്പിച്ച് മതേതര ജനാധിപത്യ മൂല്യങ്ങളെ വെട്ടി മുടിപ്പിക്കരുത് എന്ന തലക്കെട്ടോടുകൂടിയാണ് ദീപിക മുഖപ്രസംഗം ആരംഭിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ അന്തിമ തീരുമാനമെടുക്കാൻ സമയമായി. വഖഫ് നിയമം ഇല്ലാതാക്കാനല്ല, കയ്യേറ്റാനുമതി നൽകുന്നതും ഭരണഘടനാ പരിഹാരം നിഷേധിക്കുന്നതുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്നും മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അത് മുസ്ലിം സമുദായത്തിൽ ഒരാൾക്കും നീതി നിഷേധിക്കുന്നില്ല. വഖഫ് നിയമത്തിന്റെ ഇരകളായ ആയിരക്കണക്കിന് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പൗരന്മാർ നേരിടുന്ന അനീതിക്ക് അറുതി വരുത്തുകയും ചെയ്യും. ഇപ്പറയുന്നതിന്റെ ന്യായം കോൺഗ്രസിനും CPM-നും ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല. വഖഫ് പാർലമെന്റിലെ മതേതര പരീക്ഷയാണ്. നിങ്ങൾ പിന്തുണച്ചില്ലെങ്കിലും ഭേദഗതി പാസ്സാകുമോ എന്നത് വേറെ കാര്യം. പക്ഷേ പിന്തുണച്ചില്ലെങ്കിൽ കേരളത്തിലെ എംപിമാരുടെ മതമൗലികവാദ നിലപാട് ചരിത്രമായിരിക്കും. മതേതര തലമുറകളോട് കണക്ക് പറയേണ്ട ചരിത്രമെന്നാണ് ദീപിക മുഖപത്രത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ.